അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്ത് ചിന്തയ്ക്കായി 146 സങ്കീർത്തനം 8 വാക്യത്തിൻ്റെ മധ്യഭാഗം നമുക്ക് വായിക്കാം. യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യമാണ് നാം കേട്ടത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 13 അധ്യായം 11 വാക്യത്തിൽ യേശു കൂനിയായ ഒരു സ്ത്രീയെ സൗഖ്യമാക്കുന്നുണ്ട്. 146 സങ്കീർത്തനം 8 വാക്യത്തിൻ്റെ മധ്യഭാഗത്ത് യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു എന്ന് എഴുതി വെപ്പിക്കുകയും പുതിയ നിയമത്തിൽ അതേ യഹോവ യേശു എന്ന നാമത്തിൽ വന്ന് കൂനിയായ സ്ത്രീയെ കൂനെ മാറ്റി സൗഖ്യമാക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം 13 അധ്യായം 11 വാക്യത്തിൽ നാം കാണുന്നത്. ഒരു ശബ്ദത്തിൽ യേശു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്കെ വിളിച്ചു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. ലൂക്കോസ് എഴുതിയ സുവിശേഷം 13 അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടത്. 146 സങ്കീർത്തനം 8 വാക്യത്തിലെ യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു എന്ന വാക്യം അനേകം പ്രാവശ്യം ആ പള്ളിയിൽ വായിച്ച് പ്രസംഗിച്ചിട്ടുണ്ടായിരിക്കും. തന്നെയുമല്ല, സൗഖ്യം പ്രാപിച്ച സ്ത്രീ ആ പ്രസംഗം കേട്ടിട്ടും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. തന്നെയുമല്ല, ആ സ്ത്രീ തന്നെ അത് വായിച്ച് ഒരു സൗഖ്യത്തിനായി ആഗ്രഹിച്ചിരുന്നിരിക്കാം. നമുക്കതൊന്നും കൃത്യമായി പറയുവാൻ നിർവാഹമില്ല. എന്നാൽ 18 സംവത്സരമായി കൂനിയായി തന്നെ പള്ളിയിൽ ഈ സ്ത്രീ ചെന്നിട്ടുണ്ടാകാം. അവിടെയുള്ള ആർക്കും ഈ സ്ത്രീയുടെ യഥാർത്ഥാവസ്ഥ അറിയുമായിരുന്നില്ല. അവൾ വെറുതെ കൂനിയായതല്ല, പിന്നെയോ പിശാച് അവളെ കൂനിയാക്കിയതാണ്. പിശാചിൻ്റെ പ്രവൃത്തികൾ അഴിക്കുവാനാണ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത്. മനുഷ്യന് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും ആണ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത്. ഇന്ന് മനുഷ്യൻ്റെ ജീവൻ പിശാച് പന്താടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമുക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത് കാൽവരി ക്രൂശിൽ നമുക്കെല്ലാവർക്കും വേണ്ടി കഷ്ടത അനുഭവിച്ച യേശുവിൽ നാം ആശ്രയിക്കാമെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ ശാശ്വത സമാധാനം അനുഭവിപ്പാനും മരണശേഷം നിത്യജീവൻ പ്രാപിക്കുവാനും കഴിയും. പതിവ് പോലെ അന്നും ആ സ്ത്രീ അല്പം പോലും നിവരുവാൻ കഴിയാത്തവളായി പള്ളിയിൽ ചെന്നു. പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ട ഒരു സാധു സ്ത്രീ. അവളെ കണ്ടാൽ ആരെങ്കിലും അവളോട് കുശലം പറയുമോ എന്ന് നമുക്കറിയില്ല. ശ്രേഷ്ഠന്മാരോടും ശ്രേഷ്ഠകളോടും യഹൂദന്മാർ കുശലം പറയുമായിരിക്കും. എന്നാൽ അല്പം പോലും നിവരുവാൻ കഴിയാതെ പള്ളിയിൽ വന്നിട്ടുള്ള ആ സാധു സ്ത്രീയെ ആരും ഗവനിച്ചില്ല. അതൊരു ശബത്ത് ദിനമായിരുന്നു. ഭാഗ്യവശാൽ അന്ന് കർത്താവായ യേശു ക്രിസ്തു അവിടെ വന്നിരുന്നു. യേശു എവിടെ ചെന്നിട്ടുണ്ടോ അവിടെ ഒരു വിടുതൽ നടന്നിട്ടുണ്ട്. ആരാലും മാനിക്കപ്പെടാത്ത വ്യക്തികൾ യേശു വരുമ്പോൾ എല്ലാവരാലും ശ്രദ്ധിക്കപ്പെടുകയും ആശ്വാസം പ്രാപിക്കുകയും മാനിക്കപ്പെടുകയും ചെയ്യും. ഏറ്റവും സങ്കടത്തിലിരിക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ടോ എങ്കിൽ ഓർക്കുക, കർത്താവായ യേശു ക്രിസ്തു നമ്മെ അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കുന്നവനായ കർത്താവാണ്. ആരും ഗവനിക്കുന്നില്ല എന്ന സങ്കടം ഉള്ള ഏതെങ്കിലും വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ക്രൂശിലേക്ക് നോക്കിയാൽ മാത്രം മതി. എല്ലാ നിരാശയും മാറും. എല്ലാ വ്യതയും ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയും നീങ്ങിപ്പോകും. അതാ കുരിശിൽ ഒരുത്തൻ ഇരുകള്ളന്മാരുടെ നടുവിൽ അർദ്ധനഗ്നനായി തൂങ്ങിക്കിടക്കുന്നു. ഇപ്പോൾ അവന് സൗന്ദര്യമില്ല, ആളാണെന്ന് തോന്നുകയില്ല. ശരീരം മുഴുവനും കീറി മുറിക്കപ്പെട്ടിരിക്കുന്നു. തലയിൽ ഒരു മുൾക്കിരീടം അടിച്ചിറക്കപ്പെട്ടിരിക്കുന്നു. അവന് സ്നേഹിതരില്ല, ചാർച്ചക്കാരില്ല. അവനിൽ നിന്നും അപ്പം തിന്നവരോ സൗഖ്യം പ്രാപിച്ചവരോ ശിഷ്യന്മാരോ ആരും ഇല്ല. യോഹന്നാൻ അപ്പോസ്തലൻ മാത്രം വളരെ ദൂരെ നിൽക്കുന്നുണ്ട്. എല്ലാവരും അവന് കൈവിട്ടു. എല്ലാ ഒറ്റപ്പെടലിനും കുറ്റപ്പെടുത്തലിനും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. എന്നാൽ യേശുവിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ അവിടെ നമുക്ക് പ്രത്യാശ ദർശിക്കുവാൻ കഴിയും. ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല എന്ന കർത്താവിൻ്റെ വാഗ്ദത്തം നാം മുറുകെ പിടിച്ചാൽ മാത്രം മതിയാകും. കുനിയായ സ്ത്രീയെ യേശു കണ്ടു. അവൻ അവളെ അടുക്കെ വിളിച്ചു. ഇപ്പോൾ ആ സ്ത്രീ കൂനി യേശുവിൻ്റെ അടുക്കിലേക്ക്
പള്ളിയുടെ അകത്തുകൂടി നടക്കുന്ന കാഴ്ച നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എല്ലാ കണ്ണുകളും ആ കൂനിയിലായിരുന്നു. കാരണം അവളുടെ നടത്തം അത്ര അരോചകമാണ്. യേശുവിന് അവളോട് കരുണ തോന്നി. അതുകൊണ്ട് അവളെ അടുക്ക വിളിച്ചു. ഉടനെ അവൾ യേശുവിനെ അനുസരിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, യേശു നമ്മെ വിളിച്ചാൽ ജാതി മത വർഗ വർണ്ണ വ്യത്യാസം ഒന്നും നാം നോക്കേണ്ട ആവശ്യമില്ല. കാരണം യേശു ഒരു മതത്തിൻ്റെയും പ്രതിനിധിയല്ല. അവൻ മതമോ വർഗമോ വർണ്ണമോ വിദ്യാഭ്യാസമോ ഒന്നും നോക്കാതെ മനുഷ്യജാതിയെ മാത്രം നോക്കുന്നവനാണ്. കുനിയായ സ്ത്രീ ചെയ്തതുപോലെ യേശുവിൻ്റെ അടുക്കിലേക്ക് ധൈര്യത്തോടെ കടന്നു ചെല്ലണം എന്ന് മാത്രം. കൂനിയെ അനുസരിക്കുന്നവളായിരുന്നു. ആരെല്ലാം പരിഹസിച്ചാലും ആക്ഷേപിച്ചാലും പ്രയാസപ്പെട്ടാണെങ്കിലും കൂനി ഇപ്പോൾ യേശുവിൻ്റെ സന്നിധിയിലാണ് നിൽക്കുന്നത്. യേശുവിൻ്റെ സന്നിധിയിൽ സ്ത്രീ എത്തിയപ്പോൾ യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. യേശുവിന് ഇത്ര മാത്രമേ പറയേണ്ട ആവശ്യമുള്ളൂ. അത് പറഞ്ഞുകൊണ്ട് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്നു. അവൾ സൗഖ്യമായി, പൂർണ്ണമായി സൗഖ്യമായി. ഇപ്പോൾ അവൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. മറ്റാർക്കും ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ 18 സംവത്സരമായി ഒട്ടും നിവരുവാൻ കഴിയാതിരുന്ന ഈ സ്ത്രീക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കുവാനും കഴിയുകയില്ല. കാരണം കൂനിയായി ഇവൾ യേശുവിൻ്റെ അടുക്കൽ ചെന്നു. ഇപ്പോഴോ കൂന് മാറി നിവർന്നവളായി അവൾ യേശുവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവളെങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കും? ഇപ്പോൾ അവളെ നിന്ദിച്ചിരുന്നവർ കൂനിയെ കാണുമ്പോൾ അരോചകത്തോടെ നോക്കിക്കണ്ടിരുന്നവർ എല്ലാം നിശബ്ദരായി. അത് കർത്താവിൻ്റെ പ്രമാണം അനുസരിക്കാമെങ്കിൽ സമൂഹം നമുക്ക് ഇട്ടിരിക്കുന്ന ആ പേരുണ്ടല്ലോ, കൂനി എന്ന പേര്, അത് മാറ്റി നമ്മെ മാനിക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട്. ബൈബിൾ വായിക്കുകയും അനുസരിക്കുകയും ചെയ്യണമെന്ന് മാത്രം. അവൾ സൗഖ്യം പ്രാപിച്ചത് കണ്ട പള്ളിപ്രമാണി നീരസപ്പെട്ടുവെന്ന് ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. അത് സാരമാക്കേണ്ട. കാരണം അയാൾക്ക് കഴിഞ്ഞ 18 വർഷവും പള്ളിപ്രമാണി എന്ന പേരുണ്ട്. എങ്കിലും ഒരിക്കൽ പോലും ആരെയും ആശ്വസിപ്പിക്കുവാനോ സൗഖ്യം കൊടുക്കുവാനോ കഴിഞ്ഞിരുന്നില്ലല്ലോ. തൻ്റെ ശുശ്രൂഷാക്കാലത്ത് ആദ്യമായിട്ടാണ് ആ പള്ളിയിൽ ഒരു അത്ഭുതം നടക്കുന്നത്. അതും യാദൃശ്ചികമായി യേശു കർത്താവ് അവിടെ ചെന്നതുകൊണ്ട് മാത്രം. യേശു നമ്മുടെ പള്ളികളിൽ വരാറുണ്ടോ? യേശുവിന് താല്പര്യമുള്ള കാര്യങ്ങളാണോ പള്ളികളിൽ നടക്കുന്നത്? നാം ബൈബിൾ വായിച്ച് ഉറപ്പ് വരുത്തേണം. യേശു പള്ളിയിൽ വന്നാൽ മാത്രമേ സൗഖ്യവും സമാധാനവും ലഭിക്കൂ. ആകയാൽ യേശുവിൻ്റെ സാന്നിധ്യത്തിനായി നമുക്ക് കൊതിക്കാം. നാം ഭവനങ്ങളിലിരുന്ന് യേശുവിനെ തേടിയാലും യേശു നമുക്ക് ദർശനം തരുന്നവനാണ്. നാം പാപം ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. നീരസപ്പെട്ട പള്ളിപ്രമാണിയോട് യേശു പറഞ്ഞു, സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായ ഇവളെ ശബ്ബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചു വിടേണ്ടതല്ലയോ? ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 16-ാം വാക്യമാണ് നാം കേട്ടത്. യേശുവിനാൽ സമാധാനവും സൗഖ്യവും നാം പ്രാപിക്കുമ്പോൾ ചില വ്യക്തികൾക്ക് നമ്മോട് ദേഷ്യം തോന്നാം. കാരണം നാം എന്നും മറ്റുള്ളവരുടെ അടിമയിലും മറ്റുള്ളവരുടെ കീഴിലും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം യേശുവിൻ്റെ അടുക്കൽ വരാതെ നമ്മെ തടയുന്നത്. യേശു നമ്മുടെ ബന്ധനം അഴിച്ച് സാത്താൻ്റെ ബന്ധനത്തിൽ നിന്നും മോചനം തരും എന്നത് ഉറപ്പാണ്. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ അടിമകളായിരുന്നു. മോശ മുഖാന്തരം ദൈവം അവർക്ക് വിടുതൽ കൊടുത്തു. ദൈവം ഇസ്രായേൽ മക്കളെ രക്ഷിച്ച് മോശ മുഖാന്തരം മരുഭൂമിയിൽ കൂടി നടത്തി കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യിച്ചപ്പോൾ അവർക്ക് ആഹാരത്തിനായി ആകാശത്തു നിന്നും മന്ന വർഷിപ്പിച്ചു. പകൽ വെയിൽ കൊള്ളാതിരിക്കേണ്ടതിന് മേഘസ്തംഭവും രാത്രി വെളിച്ചമുണ്ടാകേണ്ടതിനായി അഗ്നിസ്തംഭവും അവരെ വിട്ടു പിരിയാതിരുന്നു. അവർ സ്വതന്ത്രരായി യഹോവയോടൊപ്പം സന്തോഷിച്ചു. ലേവ്യ പുസ്തകം 26-ാം അധ്യായം 13-ാം വാക്യത്തിൽ, നിങ്ങൾ മിസ്രയീമ്യർക്ക് അടിമകൾ ആകാതിരിപ്പാൻ അവരുടെ ദേശത്തു നിന്നും നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു. ഞാൻ നിങ്ങളുടെ നുകക്കൈകളെ ഒടിച്ച് നിങ്ങളെ നിവർന്ന് നടക്കുമാറാക്കിയിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ വാക്യത്തിൽ കൂടി നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യരുടെ അടിമത്വത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ കർത്താവിന് കഴിയും എന്നാണ്. അത് യേശുവിന് സാത്താൻ്റെ അടിമത്വത്തിൽ നിന്നും രോഗത്തിൽ നിന്നും മനുഷ്യൻ്റെ അടിമത്വത്തിൽ നിന്നും നമ്മെ രക്ഷിച്ച് സമാധാനവും സന്തോഷവും പ്രത്യാശയും നൽകിത്തരുവാൻ കഴിയും എന്ന് നാം ഓർക്കണം. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ഏതെങ്കിലും പ്രതിസന്ധിയിലായിരിക്കുന്നു എങ്കിൽ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നുകൊണ്ട് യേശുവെ ഈ പ്രതികൂലത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ യേശു നിശ്ചയമായും ആ പ്രതിസന്ധിയിൽ നിന്നും നിങ്ങളെ രക്ഷിക്കും.
ആ യേശുവിനെ അവൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയും അവൻ്റെ സ്നേഹത്തിൽ വസിക്കുകയും നിത്യജീവൻ അവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ ആയിരിക്കുന്നെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം കൊടുക്കണമേ. അങ്ങയുടെ വചനം വായിക്കുവാനും ഗ്രഹിക്കുവാനും അതിന് പ്രകാരം ജീവിക്കുവാനും വേണ്ട ദൈവകൃപാടിയനും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങൾക്ക് നൽകി തരണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. സാമ്പത്തികമായി ഞെരുങ്ങുന്നവർക്ക് സാമ്പത്തിക ക്ലേശത്തിൽ നിന്നും മോചനം കൊടുക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.